ഇന്ന് കൊടുക്കാനല്ലേ പച്ചക്കറികളൊക്കെ സെറ്റായി. കോളിഫ്ലവറും കൂടെ കെട്ടിക്കഴിഞ്ഞാൽ ഇനി വേഗം നമുക്ക് കൊണ്ടേ കൊടുക്കാനായി. ഐറ്റംസ് ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക. ഇത് മുഴുവൻ ഈ 2 ഷോപ്പറിലും കോളിഫ്ലവർ ആണ്. പിന്നെ ഇതാ കുറച്ച് വഴുതന ഉണ്ട് കേട്ടോ. വഴുതന നമുക്ക് 1 കിലോ ഇട്ടിട്ടുള്ളൂ. അപ്പം 1/2 കിലോയുടെ 2 കെട്ടാക്കിയിട്ട് ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ചൈനീസ് കാബേജ്, നമ്മൾ റെയിൻ ഷെൽട്ടറിൻ്റെ ഉള്ള കയ്പ ഇതിന് മുന്നേ നമ്മൾ വീഡിയോയിൽ കാണിച്ചിരുന്നു. നമുക്ക് 1 കിലോ കയ്പ ഇട്ടിട്ടുണ്ട്. ക്യാബേജ് പിന്നെ വിളവെടുപ്പ് തുടങ്ങിയിട്ടില്ല. ഇന്നത്തെ ഓർഡറിൽ ഇവർക്ക് എന്തായാലും ക്യാബേജ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്യാബേജ് അങ്ങോട്ട് പറിച്ചിട്ടുണ്ട്. നല്ല സൂപ്പർ ക്യാബേജാണ്. പിന്നെ ഇതാണ് നമ്മളെ പ്രധാന ഐറ്റം ഇന്ന് വിളവെടുത്ത ബ്രൊക്കോളി. ഇങ്ങോട്ട് നോക്കി, അടിപൊളി ബ്രൊക്കോളി നമ്മൾ ക്ലീൻ റാപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എല്ലാ ഐറ്റത്തിനും കൂടെ നമുക്ക് സ്ഥിരമായിട്ടുണ്ടാകുന്ന നമുക്ക് ഏറ്റവും ഡിമാൻഡുള്ള നമ്മളെ ചീര. അപ്പം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കൊടുക്കുന്നത്. അപ്പം ഇത് 2 ആളുകൾക്കാണ് കൊടുക്കുന്നത്. ഒന്ന് നമുക്ക് കൊടുക്കാനുള്ളത്, നമുക്ക് കൂടുതലായിട്ട് ഈ കാണുന്നതൊക്കെ കൊടുക്കുന്നത് നമ്മൾ അടുത്തുള്ള സ്കൂളാണ്. നമ്മൾ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അച്ചൂര് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ടീച്ചേഴ്സ് പച്ചക്കറി ഇപ്പോൾ 2ാമത്തെ തവണയാണ് നമ്മുടെ അടുത്ത് വാങ്ങിക്കുന്നത്. അവിടുന്ന് ശിബിന ടീച്ചർ വരാറുണ്ട് നമ്മുടെ അടുത്ത് സ്ഥിരമായിട്ട് നാടൻ മുട്ടിയൊക്കെ വാങ്ങിക്കാൻ. ടീച്ചർ പറഞ്ഞിട്ട് നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട് എല്ലാ ടീച്ചേഴ്സും പച്ചക്കറി വേണമെന്ന് പറയുന്നുണ്ട്. ഇത് അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കിച്ച്. ഇന്ന് ഞങ്ങൾ എന്ത് ചെയ്യുക, സ്കൂളിൽ പോകുന്നതൊക്കെ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. അവിടെ പോയിട്ട് നമുക്ക് കൊടുക്കുന്നതും നമ്മുടെ പച്ചക്കറി അഭിപ്രായമൊക്കെ ടീച്ചേഴ്സ് പറയുന്നതൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരാം. നമുക്ക് വീഡിയോ വിചാരിച്ച് നമ്മൾ നേരെ ഇനി എന്ത് ചെയ്യുക, അങ്ങോട്ട് പോകാനേ. ഇത് വേറൊരു ഓർഡറാണ്. അപ്പോൾ അത് നമുക്ക് മാറ്റി വെക്കാം. അവർക്കുള്ളത് ഈ 2 ഷോപ്പറിലുള്ളതും ഈ ചീരയാണ്. ഇതും നമ്മളെ വീഡിയോ കണ്ടിട്ട് കുറച്ച് ലോങ്ങിലാണ്. അപ്പോൾ അവരിന്ന് നമ്മളെ ഫാമിൻ്റെ അടുത്ത് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് പറിച്ചു വെക്കാൻ പറഞ്ഞാണ്. ബത്തേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടത്. അപ്പോൾ ആ ചേച്ചിക്ക് ഫുള്ള് എന്തായാലും ബ്രൊക്കോളി നിർബന്ധമെന്ന് അറിഞ്ഞിട്ടാണ്. ബ്രൊക്കോളിന്ന് വിളവെടുത്ത് കറക്റ്റ് ആയതുകൊണ്ട് അന്ന് കറക്റ്റ് ആ ചേച്ചി വിളിച്ചും ചെയ്തു. അവർക്കുള്ള പച്ചക്കറി നമുക്ക് വേറെ മാറ്റി വെച്ചിട്ട് ഇതിന് വേഗം നമുക്ക് സ്കൂളിൽ കൊണ്ടുപോകാം. എന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമോ. അപ്പോൾ അതാ ഒക്കെ നമ്മൾ കാറിൽ കൊണ്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുഞ്ഞോട് പറഞ്ഞ സ്കൂളിൽ പോകുന്നതുകൊണ്ട് ഈ വേസ്റ്റിലാണ് പോകണതെന്ന്. നമ്മൾ ഫാമിലി രാവിലെ ആയാലും ഈ ഡ്രസ്സിൽ തന്നെ നിൽക്കൽ. നമ്മൾ കർഷകരുമാണ്. അപ്പോൾ എന്തായാലും ഈ ഡ്രസ്സിൽ തന്നെ നമ്മൾ സ്കൂളിൽ പോകുന്നുള്ളൂ. അതിന് നമുക്ക് ഒരു മടിയില്ല. ചീര നമുക്ക് ഫ്രണ്ടിൽ വെക്കാം. ചീര വാടി തുടങ്ങിയിട്ടുണ്ട്. ഇന്നാണെങ്കിൽ രാവിലെ നല്ല മഞ്ഞുണ്ട്, തണുപ്പൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ നല്ല വെയിലായിട്ട്. അപ്പോൾ സ്കൂളിൽ പോലും ഞങ്ങളെ ഞാനെന്തായാലും പഠിച്ച സ്കൂളൊന്നുമല്ല, എന്നാലും നമുക്കറിയാം നമ്മൾ തൊട്ടടുത്തുള്ള സ്കൂളാണ്. അങ്ങനെ നമ്മൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ പഠിച്ച സ്കൂൾ അല്ലെങ്കിലും ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മളെ കെങ്ങല്ലേ രോഹിത്, കെങ്ങയും റിച്ചൊക്കെ പഠിക്കുന്ന സ്കൂളാട്ടോ. ഞാൻ അവിടുന്ന് പറയാൻ പെട്ടെന്ന് വിട്ടുപോയതാണ്. നമ്മളെ ശിവന ടീച്ചറോടെ എന്താ നനയ്ക്കുന്ന പണിയില്ല അല്ലേ? നല്ല ഉച്ച സമയത്താട്ടോ ടീച്ചർ നനയ്ക്കുന്നത്. ടീച്ചറല്ല കുട്ടികളെ നനയ്ക്കുന്നത്. മറ്റേ ടീച്ചേഴ്സൊക്കെ എല്ലാവരും വരുമോ? അപ്പോൾ പച്ചക്കറിയൊക്കെ നമുക്ക് എടുക്കാം അല്ലേ? സ്കൂളൊക്കെ ഒന്ന് കാണണ്ടേ നമുക്ക്. ആദ്യം ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതില്ലേ ക്യാബേജ് ഒക്കെ അവിടെ അത് കാണാം. നമ്മുടെ ചീര വേഗം അവിടെ മാറ്റിയേക്കണം. നല്ല വെയിലാണ്. തണുപ്പില്ല. ഇവിടെ വെക്കല്ലേ ടീച്ചറെ? ഇവിടെ വെക്കല്ലേ? ക്ലാസ് ടൈം ആട്ടോ, അതുകൊണ്ട് ആരും പുറത്തില്ല. ഫസ്റ്റ് ദിവസം നമ്മൾ വന്നപ്പോഴേ ടീച്ചേഴ്സും കൂടെ പൊതിയായിരുന്നു തന്നെ പച്ചക്കറി കണ്ടിട്ട്. ഇന്നിപ്പോൾ എല്ലാവരും ക്ലാസ്സിലായതുകൊണ്ട് വരും. എല്ലാവരും കുറേ ആൾ ഓർഡർ ഉണ്ടല്ലോ ഇതിൽ. അത് നടക്കിട്ടോ. ഇതാ പച്ചക്കറി കൂടെ ഫ്രണ്ടിൽ തന്നെ കാണുന്നുണ്ട് കേട്ടോ. സ്ഥിരം കസ്റ്റമർ ആട്ടോ നമ്മളെ വരുന്നത്. അല്ല, ഞങ്ങൾ സ്ഥിരം കസ്റ്റമർ ഇതാ വന്നെന്ന് പറഞ്ഞ. ഇപ്പം പോണം. അപ്പം നമുക്ക് സെറ്റാക്കാം. നമുക്ക് അതെല്ലാം ഗ്യാപ്പിൽ ടീച്ചേഴ്സൊക്കെ വരുന്നതിന് മുന്നേ പച്ചക്കറികളൊക്കെ കാണാം. ഇത് JRCയുടെ കുട്ടികൾ നട്ടാ കേട്ടോ. നമ്മുടെ അടുത്ത് കൊടുക്കുന്ന ചട്ടിയും തൈകളൊക്കെയാണ്. എന്നാലും അവർ പറ്റുന്ന പോലെയൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ. കോളിഫ്ലവർ, ക്യാബേജിനൊക്കെ വളത്തിൻ്റെ കുറവ്. ടീച്ചറോടൊപ്പം ബയോഗ്യാസിന് സ്ലറി വേണമെന്ന് പറഞ്ഞ ടീച്ചറോടെ ക്യാനും കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഒഴിച്ച സെറ്റാവും. ചൈനീസ് ക്യാബേജ് കസ് പുഴുവിൻ്റെ ശല്യം ഉണ്ട്, എന്നാലും ഓർഗാനിക് അല്ലേ ഇത്. എന്താ വളം ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ അല്ലേ നിങ്ങൾ? JRCൻ്റെ കുട്ടികളാ? ഇതാ ഇട്ട് കൊടുക്കുന്നുണ്ടല്ലേ? പ്യൂർ ഓർഗാനിക് എല്ലുപൊടിയാണ്. വേപ്പിണ്ണാക്കുണ്ടോ?
വേപ്പ് പിണ്ണാക്ക് ഉണ്ടോ? എല്ലുപൊടിയാ? അവർക്ക് അറിയില്ല. എല്ലുപൊടി ഇട്ടിട്ട് വേപ്പ് പിണ്ണാക്ക് ഉണ്ട് കേട്ടോ. എല്ലാവർക്കും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഗ്രോ ബാഗ് ഉണ്ട് കേട്ടോ. എല്ലാരും അത് എടുക്കലോ തുടങ്ങി. എടുത്ത ഓർഡർ കൊടുത്ത ഓർഡർ നിങ്ങൾക്ക് അറിയില്ലേ? കൊടുത്ത ഓർഡർ ടീച്ചർമാർക്ക് അറിയില്ലേ? ആണോ? അപ്പൊ എല്ലാരും ഇത് നമ്മൾ പച്ചക്കറി വെച്ചപ്പോഴത്തേക്കും ഓടി വന്നെല്ലാം എടുക്കുന്നുണ്ട്. അപ്പൊ ടീച്ചറെ നമ്മള് പച്ചക്കറിയെ പറ്റിയൊരു അഭിപ്രായം കാര്യങ്ങളൊക്കെ പറയണം. ഞാൻ എന്തായാലും വീഡിയോ ചെയ്യുന്നുണ്ട്. അഭിപ്രായം പറയാലോ. രണ്ടാമത്തെ തവണ നമ്മൾ പറഞ്ഞല്ലോ, ആദ്യം കൊടുന്നു, രണ്ടാമത്തെ ടീച്ചർ ഇഷ്ടം പോലെ ഓർഡർ ഉണ്ട്. പക്ഷെ നമ്മുടെ സാധനം കൊടുക്കാനില്ല. ഞങ്ങൾക്ക് വേറെ ഓർഡറുകൾ ഉണ്ട്, സ്ഥിരമായിട്ട് കൊടുക്കുന്ന ഓർഡർ ഉണ്ട്. ഇന്ന് കൈപ്പിയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങോട്ട് കൈപ്പിയും ബ്രോക്കോളി ഉണ്ടായിരുന്നു. ബ്രോക്കോളി അടുത്തത് ഇന്ന് ഫസ്റ്റ് വിളവെടുപ്പായിരുന്നു. അപ്പൊ അത് നമുക്ക് റിസോർട്ടിലേക്കൊക്കെ ഓർഡർ പറിച്ചാ പിന്നെ എല്ലാം പറിച്ചാ. അപ്പൊ പെട്ടെന്ന് കോളിഫ്ലവർ കുറച്ചുകൂടെ ലാസ്റ്റാ. നല്ല അഭിപ്രായങ്ങളാണ് നമുക്കുള്ളത്. പച്ചക്കറിയൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇപ്പൊ ലഞ്ച് ടൈം ആവാനായിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ടീച്ചർ ഇവിടെ ഒരു അടുക്കളത്തോട്ടം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നതിന്റെ അടുത്തായിട്ട് തന്നെ. ആ പച്ചക്കറികളൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകാം കേട്ടോ. ഇതൊക്കെ LP ഉണ്ട് അല്ലേ, ചെറിയ കുട്ടികളെ. ഇവിടെ അല്ലേ. നമ്മൾ ആദ്യം കാണിച്ച JRCന്റെ ആണ് അല്ലേ? എക്കോ ക്ലബിന്റെ. ഞാൻ എന്തായാലും അങ്ങോട്ട് കിടക്കട്ടെ. ഇത് മെയിൻ പ്രശ്നം ഷെയ്ഡാട്ടോ. നല്ല ഷെയ്ഡ് ഉണ്ട്. ഇത് ബ്രൊക്കോളി ആണല്ലോ. ബെല്ലടിച്ചല്ലോ, ടൈം ആയി വന്നു. ഇവിടെ ഉണ്ടോ? ഇവിടെ നിലത്താട്ടോ അധികം ചെയ്തിട്ടുള്ളത്. എല്ലാത്തിനും നല്ല മുളകിനും മെയിൻ രോഗമാണ് ടീച്ചറെ ഇത്. ഈ ഇലചുരുളി ചേരം മുരടിപ്പും വരുന്നത്. ഇവിടെ അടുത്തുനിന്നൊക്കെ ചാണകപ്പൊടിയൊക്കെ കിട്ടൂലേ? അത് കുറച്ച് ഇട്ടുകൊടുത്ത് സെറ്റ് ആക്കി എടുക്കാം. എന്താ വെച്ചാൽ ഇവിടെ അടുത്തൊക്കെ എസ്റ്റേറ്റിൽ കുറെ പശുവിനെ വളർത്തുന്ന ആളുകളുണ്ട്, നമുക്കറിയാം. മിൽക്ക് സൊസൈറ്റിയിലൊക്കെ പാല് തരുന്നുണ്ട് ഇവിടുന്നൊക്കെ. അപ്പൊ അവിടുന്നൊക്കെ കുറച്ച് ചാണകപ്പൊടിയൊക്കെ കിട്ടുകയാണെങ്കിൽ ഇട്ട് കൊടുത്താൽ ഒന്നുകൂടെ സെറ്റ് ആക്കാം. വേറെ ഒന്നുമില്ല, ചില വെളിച്ചം എല്ലായിടത്തും ഉഷാറാവുന്നുണ്ട്. ഷെയ്ഡ് തന്നെ ഇവിടുത്തെ ഒരു പ്രശ്നമുള്ളൂ. സെറ്റ് ആക്കി. അത് മുരിങ്ങ കുത്തിയതാ? മുരിങ്ങ കമ്പാ? അതെ, കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. ക്ലാസ്സൊക്കെ ലഞ്ച് ടൈം ആയില്ലേ? അതെ. നമ്മൾ കൃഷിഭവൻ തൈകള് കൃഷി ഓഫീസർ അതിലുള്ള വഴി തന്നെ അല്ലേ? വഴുതനുണ്ട്, ക്യാബേജ് ഉണ്ട്. ശരിക്കും നമ്മൾ ആ ഗ്രൗണ്ടില്ലേ ഫസ്റ്റ് വെച്ചേ, അവിടെ നല്ല ഗ്രോ ബാഗിലൊക്കെ ആക്കി വെച്ചാൽ നല്ല സെറ്റ്. വിളവെടുത്താ? അതിനുശേഷം പിന്നെ കഴിഞ്ഞ പ്രാവശ്യം 200. അതെല്ലേ. ശിവന ടീച്ചർ ബയോഗ്യാസിന്റെ സ്ലറി കൊണ്ടുവരാൻ വേണ്ടിട്ട് വീട്ടിൽ ക്യാൻ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ കൊടുത്തിട്ട് അതിൽ ഒഴിക്കണം പറഞ്ഞു. അതിന്റെ ടൈം ആ സമയത്തുള്ള ക്യാബേജ് നമ്മളിപ്പോ ഹാർവെസ്റ്റ് ചെയ്തു. ആ ഒരു വ്യത്യാസം ഉണ്ടാവും, കുഴപ്പമില്ല. എന്നാലും ഇവർ ചെയ്യുന്നുണ്ടല്ലോ. നമുക്ക് സ്കൂളിൽ അങ്ങോട്ടൊക്കെ പോകാം. എന്തായാലും നമ്മളൊക്കെ എങ്ങനെ കാണും നോക്കാം. രോഹിത് ഞങ്ങളെ വീഡിയോയിൽ എപ്പോഴും വരുന്നതാണ്. വന്നോ? ഇത് വന്നു, ഇങ്ങനെ കാണിച്ചിനോ? ഞാൻ എങ്ങനെ കണ്ടില്ല. ഇവിടെ ഇന്ന് വന്ന പിന്നണ്ടാ, ഞാൻ അവിടെ കാര്യങ്ങൾ പറയുന്നത്. ഇന്നവാ റിച്ചുവിടെ? റിച്ചുവിനെ വിളിക്ക്. ലഞ്ച് ടൈം ആയപ്പോഴേ ബാക്കി ടീച്ചേഴ്സും കൂടെ വന്നിട്ട് നമ്മൾ പച്ചക്കറിയൊക്കെ എടുക്കാം കേട്ടോ. ഫസ്റ്റ് വന്നിട്ട് എടുത്ത് കഴിഞ്ഞു. ലഞ്ച് ടൈം ഇപ്പൊ എല്ലാവരും എല്ലാം സെറ്റ് ആയതല്ലേ? ഇത് എടുത്തു വെച്ചതാ? ഇങ്ങനെ കൊണ്ടുവരുന്നോണ്ട് എളുപ്പമാണ് ഇവർക്ക്. നമ്മൾ തൂക്കി കൊണ്ടുവരും, ഇവിടുന്ന് അവരെന്നെ ഡിവൈഡ് ചെയ്തെടുക്കും. അത് ഞാൻ നേരത്തെ നോക്കി. ശിവൻ ടീച്ചർ നമ്മളെടുത്ത് ചട്ടിയും ക്യാബേജും തയ്യൊക്കെ ഒന്ന് ടീച്ചറാ. നമുക്ക് പച്ചക്കറി ഒന്നുകൂടെ നോക്കാം. കുട്ടികൾ വളർത്തി കൊടുക്കുന്നുണ്ടായിരുന്നു നേരത്തെ. നമ്മളൊന്ന് നോക്കിയതായിരുന്നു ടീച്ചർ വരുന്നതിന് മുന്നേ. ടീച്ചർ പോരായ്മ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു. പക്ഷെ നമുക്ക് ടീച്ചറോടൊന്ന് പറഞ്ഞു കൊടുക്കാം. കെങ്ങൊക്കെയാണ് നട്ടത്. കെങ്ങ നമ്മളൊപ്പം നടക്കുന്നുണ്ടോ? ഇപ്പൊ ലഞ്ച് ടൈം ആയിട്ടോ കെങ്ങ ഇറങ്ങിയിട്ടുള്ളത്. ടീച്ചർ വരുന്നു. ടീച്ചറെ ഞാൻ വന്നപാടെ ഇത് കണ്ടിട്ട് പറഞ്ഞു. പക്ഷെ ഇതില് ഒന്ന് പ്രശ്നം എന്ന് വെച്ചാല് നല്ല വെളിച്ചുള്ള സ്ഥലമാണ്. പക്ഷെ നമ്മൾ വളം കറക്റ്റ് കൊടുക്കാൻ പറ്റില്ല. ഇപ്പൊ വേപ്പിമണ്ണ എല്ലുപൊടിയും കൂടെയാണ് ലിറ്ററില് ഇതിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നതല്ലേ നല്ലത്. പിന്നെ നമ്മളെ മിക്സിങ്ങിലും ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ അധികം മണ്ണാണ് വേണ്ടില്ലേ? മണലായിരുന്നു വേണ്ടത്. മണ്ണ് വേണം. മണ്ണിന് അതേ ലെവലിൽ തന്നെ അത്യാവശ്യം മണലും ചാണകം, പിന്നെ ജൈവവളം ഒന്നും മിക്സ് ചെയ്തിട്ടില്ല, കിട്ടിയിരുന്നു. ചാണകപ്പൊടി മണല് അത് മസ്റ്റാണ്. മണ്ണെന്ന് വെച്ചാൽ നമ്മൾ നനയ്ക്കുന്ന സമയത്ത് ഇതുകൊണ്ട് ഡ്രൈ ആകുമ്പോൾ ഉറച്ചു പോകും.
അപ്പൊ ഇവർ വേറെ ഓടാത്ത പ്രശ്നം കൊണ്ടാണ് ഒന്നത് ശരിക്ക് പൊന്താത്തത്. നമ്മൾ ഇതിന്റെ ഒപ്പമുള്ളതാണ് ഇപ്പൊ നമ്മൾ പറിച്ചെടുത്തത് അവിടെ നമുക്ക് കൊണ്ടുവന്ന് ഹാർവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അത്രയും വ്യത്യാസമുണ്ട്. എന്നാലും ക്ലിയർ ആക്കി എടുക്കാം. ഇതൊരു ചൈനീസ് കാബേജ് കൃഷിഭവൻ കിട്ടിയ കൃഷി ഓഫീസ് തന്നല്ല ഇതും അതൊക്കെ അല്ലേ? എടുത്തു ഇതൊക്കെയാണ്. അപ്പൊ ശിവന ടീച്ചർ JRCയുടെ കോർഡിനേറ്റർ അല്ലേ? പച്ചക്കറിയൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഏതായാലും വന്ന സ്ഥിതിക്ക് ഈ ഗ്രൗണ്ടിൽ എന്തായാലും ഇടയ്ക്ക് ആദ്യമൊക്കെ വരാറുണ്ട് നമ്മള് കളി കാണാനൊക്കെ. അച്ചൂര് സ്കൂൾ ഗ്രൗണ്ട് ആട്ടത്. അപ്പൊ വന്ന സ്ഥിതിക്ക് നമുക്ക് ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ നല്ലൊരു വ്യൂ ആണ് കണ്ടില്ലേ? ആ സൈഡിൽ നല്ല അതാ മുള കാണുന്നില്ല, നിങ്ങൾ ഇങ്ങോട്ട് കാണിച്ചു കൊടുക്ക്. മുളയുടെ അവിടെ പുഴ കേട്ടോ. സ്കൂളിനോട് ചേർന്ന് പുഴയുണ്ട്. അവിടെ നമുക്ക് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ഒരു പാലുണ്ടാവും, കണ്ടിട്ട് വരാം. ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഈ പാലുണ്ടല്ലോ, ഇതാണ് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ പാലട്ടോ. സ്കൂളിന്റെ സൈഡിലൂടെ ഒഴുകുന്ന പുഴ ഇവിടുന്ന് കറക്റ്റ് കാണാം. നേരത്തെ അവിടെയൊക്കെ മുളങ്കാട് ആയതുകൊണ്ട് മുളം വെച്ച് പിടിപ്പിച്ചാട്ടോ ഒരു ഇടിയാതൊക്കെ ആണെങ്കിൽ അത്ര രണ്ട് സൈഡിലും കാണാം. ഇത് നമ്മളെ സ്കൂളിലേക്ക് വരുന്ന വഴിയിലാണ്. പക്ഷെ നമ്മളെ വരുന്ന സമയത്ത് കാണിക്കാവുന്നത് നമ്മൾ ചീരയൊക്കെ പെട്ടെന്ന് നല്ല ചൂടുണ്ട്. ഇപ്പൊ വാടണ്ടാഴ്ച വേഗം പോകുന്ന അതാണ്ട പുഴ. പക്ഷെ ഇന്നേ വരെ ഒരു അപകട കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അടുത്ത് സ്കൂളിന്റെ അടുത്തൊരു പുഴ ഉണ്ടായിട്ട് നല്ല കയറുന്ന അത്യാവശ്യം ഗ്രൗണ്ട് നല്ല ഹൈറ്റിലാണ് ഉള്ളത്. ഈ പാലത്തിന് ഇപ്പോഴും ഒരു കുഴപ്പമില്ല കേട്ടോ. ഇതിന്റെ ഇടയ്ക്ക് പറഞ്ഞത് ഈ പാലം മാറ്റുന്നൊക്കെ നോക്ക്, അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചോക്ക്. മെയിനായിട്ട് ഈ പാലം വന്നത് ഒന്ന് ബ്രിട്ടീഷുകാർ കെട്ടാനുള്ള കാരണം എന്താ, അവരെ കമ്പനിയല്ല ഹയർസെൻസിന്റെ കമ്പനി. അപ്പൊ ആ എസ്റ്റേറ്റ് ആണ് കേട്ടോ. ഒക്കെ തേയില അച്ചൂർ ഫാക്ടറി ഉണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് ഒക്കെ കാണിക്കുകയാണെങ്കിൽ കുറെ കാണിക്കാണ്ട്. ഫാക്ടറിയിൽ നിന്ന് അവർക്ക് ഇങ്ങനെ അവരെ തോട്ടത്തിലേക്ക് ഇങ്ങനെ അപ്പുറപ്പുറം കടക്കാനൊക്കെ ആയിട്ടുള്ള അന്ന് കെട്ടിയൊരു പാലം അത്. പക്ഷെ അത് നാട്ടുകാർക്കൊക്കെ ഉപകാരമായി അന്നത്തെ സമയത്ത് സെറ്റായി. ഇന്നതാ ബ്രിട്ടീഷുകാരുണ്ടാക്കി പാലം ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. പിന്നെ നമുക്ക് സ്കൂളിൽ ഇവിടുന്ന് സ്കൂൾ കാണാൻ നല്ല ഭംഗിയാണ്. ഞാൻ ഇതാ വരുന്ന സമയത്ത് കാണിക്കാന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് വേഗം പച്ചക്കറി എത്തിക്കുന്നതുകൊണ്ട് ഇതാ സ്കൂൾ കാണും. ഹയർ സെക്കൻഡറി ആണ് കേട്ടോ. ഇവിടെ നമ്മൾ പച്ചക്കറിയൊക്കെ കൊടുത്ത സ്ഥലതാ ആ കുട്ടികൾ വരുന്ന അവിടെ. ആ സ്റ്റേജൊക്കെ ആ ഗ്രൗണ്ടിൽ തന്നെ സ്റ്റേജ് സെറ്റ് ചെയ്തുകൊണ്ട് സംഭവം നല്ല രസം. അവിടെ നല്ല കാറ്റുണ്ട് അല്ലേ? പക്ഷെ അന്ന് വന്ന അത്ര ടീച്ചർമാർ ഇന്ന് പൊതിഞ്ഞിട്ടില്ല. അതില്ലാത്ത കാരണം ഫസ്റ്റ് നമ്മൾ പച്ചക്കറി കൊടുത്ത സമയത്ത് നമ്മൾ വൈകുന്നേര സമയത്താണ് വന്നത്, ക്ലാസ് വിടുന്ന സമയത്ത്. അപ്പം എല്ലാ ടീച്ചേഴ്സും വന്ന് പിന്നെ അവർക്ക് തിരക്കാണ്, വേറെ എടുത്ത് പോകേണ്ടിട്ട് അന്ന് എല്ലാവരും ഉണ്ടായിരുന്നു. ഇന്ന് പിന്നെ സ്റ്റാഫ് റൂമിലുള്ള ടീച്ചേഴ്സ് മാത്രം വന്നിട്ടാണ് ഇവിടെ പച്ചക്കറി എടുത്തിട്ടുള്ളത്. ബാക്കി അവർ കൊടുക്കാന്ന് പറയുന്നുണ്ട്. അതാണ് അന്ന് കുറവില്ലേ. പിന്നെ ലഞ്ച് ടൈം ആയപ്പോൾ അവരൊക്കെ വന്നു. അപ്പോൾ എല്ലാം കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ നമുക്ക് സ്കൂളിലും കൂടെ ഒന്ന് പോയിട്ട് നമ്മൾ വണ്ടിയൊക്കെ അവിടെ അല്ലേ വെച്ച് എടുത്തിട്ട് പോവാം. ഞങ്ങൾ പോവാൻ നിൽക്കായിരുന്നു. അപ്പൊ ടീച്ചർ ശിവന ടീച്ചറാണ് ഫുഡ് കഴിച്ചിട്ട് പോവാന്ന്. നമ്മളൊക്കെ ആദ്യം സ്കൂളിലൊക്കെ ഉള്ള സമയത്ത് കഞ്ഞി പാറൊക്കെ ആയിരുന്നു ഉച്ചയ്ക്ക്. ഇന്നിവിടെ വെജിറ്റബിൾ ബിരിയാണിയാണ്. എന്തെല്ലാം മാറ്റങ്ങളല്ലേ വന്നത്. എന്തായാലും അതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ടൊക്കെ പോലെ എന്നാലും ടീച്ചർ പറഞ്ഞല്ലേ നമുക്ക് ഭക്ഷണം കഴിക്കുന്ന അങ്ങോട്ട് പോവാം. അപ്പൊ അതാ കുട്ടികളൊക്കെ ഫുള്ളായിട്ട് നമ്മൾ വരുമ്പോൾ നല്ല സൈലന്റ് ആയിരുന്നു. നോക്ക് ടീച്ചറെ. അപ്പം എന്താ ബിരിയാണി അങ്ങനെ ഗവൺമെന്റ് ഓർഡർ ആണ് അല്ലേ? ആ ബുധനും വെള്ളിയും സ്പെഷ്യൽ ആണ് കേട്ടോ. ഗവൺമെന്റ് ഓർഡർ ആണ്. അതിനനുസരിച്ച് ഓരോ സ്കൂൾ സൗകര്യം നോക്കിയിട്ട് അവര് ഫുഡ് ഉണ്ടാക്കും. അല്ലാത്ത ദിവസം സാമ്പാറൊക്കെ ഉണ്ട്. ആ ഞങ്ങളുള്ള സമയത്ത് ചെറുപയറ് അല്ലെങ്കിൽ കടല മാറ്റം നല്ലത്. ശരിക്കും പഠിക്കുകയാണെങ്കിൽ ശരിക്കും ഗവൺമെന്റ് സ്കൂളിൽ തന്നെ പഠിക്കണം അല്ലേ? ആ ടീച്ചറെ മോളെ ടീച്ചർ ഇവിടെ പഠിപ്പിക്കുന്നു 1ാം ക്ലാസ്സിൽ. ആ മോളുണ്ടായിരുന്നല്ലോ. ശരി ശരി. അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കുന്നത് 2ാം ക്ലാസ് വെച്ചിട്ടോ. 2ാം ക്ലാസ് ക്ലാസ് റൂം ഒന്ന് കാണിച്ചു കൊടുക്ക്. ഇത് ഗവൺമെന്റ് സ്കൂളാണെന്നും കൂടെ നിങ്ങളൊന്ന് കാണണം കേട്ടോ. അതാ സംവിധാനങ്ങൾ നോക്കുക അവർക്ക് ഇരിക്കാനും ഇതൊക്കെ ഉള്ള അല്ല അടിപൊളി ക്ലാസ് റൂം. നമ്മള് എന്താ ഒന്നും പറയാനില്ല അല്ലേ? ഇവിടുന്ന് ഫുഡ് കഴിക്കാം, സ്കൂൾ എടുക്കല്ലേ. ടീച്ചർ ഇല്ല. നല്ല വെജിറ്റബിൾ ബിരിയാണി ആട്ടോ. ടീച്ചർ ആദ്യം പറയുന്നു ഫുഡ് കഴിച്ചിട്ട് പോകണം. അപ്പൊ ഞങ്ങളൊന്ന് റൗണ്ട് ചെയ്തൊക്കെ വന്ന് വീണ്ടും എന്തായാലും നമ്മള് ഫുഡ് കഴിച്ചിട്ട് തന്നെ പോകുന്നത്. എല്ലാ ഐറ്റം ഉണ്ടല്ലോ, നല്ല അടിപൊളി സൂപ്പർ ബിരിയാണി. അപ്പൊ ഇത്രയും ഇന്നത്തെ വീഡിയോയില് എന്തായാലും നല്ലൊരു സന്തോഷം. നമ്മൾ തിരക്കിട്ട് ഫാമിൽ എന്നും പണികളും കാര്യങ്ങളെല്ലാം നമ്മൾ കാണിക്കുന്നത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇന്ന് പച്ചക്കറി കൊടുക്കാനായിട്ടെങ്കിലും സ്കൂളിൽ വന്നുകൊണ്ട് ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ വന്നപ്പോൾ എന്താ പറയുക, നമ്മൾ മനസ്സൊക്കെ ഒന്ന് റീഫ്രഷ് ആയി. അപ്പൊ ഇങ്ങനെ നമുക്ക് എന്താ ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് പച്ചക്കറി കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വരുമ്പോൾ നമ്മൾ പഴയ കാലങ്ങളൊക്കെ ഓർക്കാനും. പക്ഷെ പഴയ കാലത്ത് നിന്ന് വ്യത്യസ്തമാണ് ഇപ്പൊ ക്ലാസ് റൂം ആയാലും ഫുഡ് ആയാലും.